പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വയിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തിന്മകളെക്കുറിച്ച് ചോദിച്ചു പഠിക്കാനും വേണ്ടി ഒരിക്കൽ വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു തആല അൻഹു നബിയുടെ സമക്ഷത്തിലേക്ക് വന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം റസൂലിന് മനസ്സിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാബിസയോട്, വാബിസ, നീ അടുത്തേക്ക് വന്നിരിക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് മുട്ടുകളോട് മുട്ട് ചേർത്ത് വെച്ചിരിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായി. ആ സമയത്ത് വാബിസയോട് റസൂൽ അങ്ങോട്ട് പറയുന്നുണ്ട്, വാബിസ, നീ വന്നത് എന്തിനാണ് എന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്ന്. ഈ വാബിസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാവരും നന്മകളെക്കുറിച്ച് എപ്പോഴും നബിയുടെ മുമ്പിൽ വന്ന് അന്വേഷിക്കാറുണ്ട്. എന്തൊക്കെയാണ് നബി നന്മകൾ? ഏറ്റവും നല്ല നന്മ ഏതാണ്? ഏത് ചെയ്താലാണ് സ്വർഗം കിട്ടുക? ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിൽ കയറാൻ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്? അങ്ങനെ നന്മകളെക്കുറിച്ചാണ് എപ്പോഴും എല്ലാവരും അന്വേഷിക്കുക. ഞാനാണെങ്കിലും എപ്പോഴും തിന്മയെക്കുറിച്ചാണ് അന്വേഷിക്കുക. അതുകൊണ്ട് എനിക്ക് അപ്പോഴറിയേണ്ടതും തിന്മകളെക്കുറിച്ചായിരുന്നു. റസൂൽ ഇത് പറഞ്ഞു, നീ എന്തിനാണ് വന്നതെന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ റസൂലിനോട് ഞാൻ പറഞ്ഞു, അതേ നബി, ഞാൻ എന്തിനാണ് വന്നതെന്ന് അങ്ങ് പറയണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വാബിസ, നീ തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും അന്വേഷിച്ച് വരികയല്ലേ ചെയ്തതെന്ന്. അതേ റസൂൽ, എനിക്ക് അറിയേണ്ടതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 3 വിരലുകൾ വാബിസയുടെ നെഞ്ചിലേക്ക് കുത്തിക്കൊണ്ട് പറഞ്ഞു, വാബിസ, ഇസ്തഫ്തി ഖൽബക, നീ നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്ക് നന്മകൾ എന്താണെന്ന്. നീ നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്ക് തിന്മകൾ എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആവർത്തി അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചിലേക്ക് വിരലുകൾ കൊണ്ട് കുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുകയും, വാബിസ, നന്മ എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സാക്ഷിക്ക് സന്തോഷം നൽകുന്നതും നിനക്ക് സമാധാനം നൽകുന്നതുമായ കാര്യങ്ങളാണ് നന്മകൾ. എന്നാൽ തിന്മയോ നിന്റെ മനസ്സാക്ഷിയെ ആകുലപ്പെടുത്തുന്നതും നിന്റെ മനസ്സിനും നിന്റെ ഒരു ആത്മാവിനും അസന്തുഷ്ടി ഉണ്ടാക്കുന്നതും അതൃപ്തി ജനിപ്പിക്കുന്നതുമായ സംഗതികളാണ് തിന്മകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി, ജനങ്ങളെല്ലാവരും കൂടി ഇനി പറഞ്ഞാലും ശരി തന്നെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ റസൂൽ പറഞ്ഞ 2 കാര്യങ്ങൾ, നന്മയും തിന്മയും, അത് പ്രേരകമാകുന്നത്, അതിന് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരകമെന്നുള്ളത് അവൻ്റെ മനസാക്ഷിയാണ്. ഓരോ മനുഷ്യനും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളുണ്ട്. 3 കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ നന്മ ചെയ്യുക. 3 കാരണത്താൽ ഒരാൾ തിന്മയും ചെയ്യുക. ഒരാൾ തിന്മയിൽ നിന്ന് മാറി നടക്കാൻ, ഒരാൾ നന്മ മാത്രം പ്രവർത്തിക്കാനുള്ള 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം അവൻ്റെ മനസാക്ഷിയാണ്. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടല്ലാതെ ഒരു മനുഷ്യനും ഒരു തിന്മ പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം എല്ലാ മനുഷ്യനും നന്മയിലാണ് ജനിച്ചിട്ടുള്ളത്. നല്ലതല്ലാത്തൊരു ശീലവും മനുഷ്യൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അറിയത്തില്ല. അതുകൊണ്ടാണ് തിന്മകളെക്കുറിച്ച് മുൻകരം മനുഷ്യന് അപരിചിതമായത് എന്ന് പ്രയോഗിക്കുന്നത് ഹദീസിൽ. മനുഷ്യന് അപരിചിതമായതാണ് തിന്മകൾ. സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാതെ ഒരു മനുഷ്യനും ഒരു തിന്മയിലും ഏർപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു നന്മയുടെ സാഹചര്യം വന്നു കഴിഞ്ഞാലും അവൻ്റെ മനസ്സാക്ഷിയോട് പറയാൻ, നന്മ നീ ചെയ്യ്, അത് പ്രവർത്തിക്ക്. ആ ഘട്ടം കടന്നു പോകണമെങ്കിൽ, അവൻ്റെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അവൻ ആ നന്മ പ്രവർത്തിക്കേണ്ടി വരും. രണ്ടാമത്, തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. നമ്മൾ ജീവിക്കുന്നൊരു സമൂഹം, ആ സമൂഹത്തിനൊരു സമ്മർദ്ദമുണ്ട്. എപ്പോഴും നമ്മൾ നന്മയിൽ നിൽക്കാനും തിന്മ ചെയ്യാതിരിക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ കാണുമെന്നുള്ളതാണ്. ജനങ്ങൾ കാണുമല്ലോ, ഞാനൊരു മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ, മ്ലേച്ഛമായൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ജനങ്ങൾ കാണുമല്ലോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിബന്ധമാണ്. അഥവാ ഒരു പ്രവൃത്തി, ഒരു തിന്മയിലേക്ക് പോകാതെ, ഒരു മ്ലേച്ഛ വൃത്തിയിൽ ഏർപ്പെടാതെ ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരു മനുഷ്യന് പ്രേരകമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മളെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂൽ പറഞ്ഞൊരു കാര്യം മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. തിന്മ ഏതെന്നറിയുമോ? തിന്മ എന്ന് പറഞ്ഞാൽ നിന്റെ മനസാക്ഷിയെ അസ്വസ്ഥതപ്പെടുത്തുന്നത് മാത്രമല്ല, നീ അത് പ്രവർത്തിക്കുന്നത് ജനങ്ങൾ കാണുമെന്ന് നീ നാണിക്കുന്ന കാര്യം കൂടിയാണ്.
നിനക്കിഷ്ടമില്ല, ഒരു കാര്യം നീ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ കാണുമെന്ന് നീ വെറുക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ജനങ്ങൾ കാണുക ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾ കാണുമെന്ന കാരണത്താൽ ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളുടെ കാരണവും തിന്മകൾ പ്രവർത്തിക്കാതെ നമ്മൾ മാറി നിൽക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഈ മനുഷ്യർ കാണുമെന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ കാണും ഞാനിത് മോശമായ പ്രവൃത്തി ചെയ്താൽ, പരസ്യമായി മദ്യപിച്ചാൽ, പരസ്യമായി ലഹരി ഉപയോഗിച്ചാൽ, അഭിഹിത ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ, മ്ലേച്ഛമായ ഏതെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ ഇത് മറ്റുള്ളവർ കേൾക്കും, മറ്റുള്ളവർ കാണുമ്പോൾ എൻ്റെ അഭിമാനം ഇടിയും, എനിക്കത് ക്ഷതമുണ്ടാക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മനുഷ്യൻ അവൻ മുഖംമൂടി അണിഞ്ഞുകൊണ്ടുകൂടെ ജീവിക്കുന്നത്. മറ്റുള്ളവർ കാണുമെന്നുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണമാണ്. അത് നല്ലത് തന്നെയാണ്. മൂന്നാമത് അള്ളാഹു കാണുമെന്നുള്ളൊരു ഭയമാണ്. റബ്ബ് കാണുമല്ലോ, ഇത് റബ്ബ് കാണുമെന്നുള്ള ഒരു കാരണത്താലാണ് പലപ്പോഴും നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. ഇത് മൂന്നും കൂടി സമ്മേളിക്കുന്ന ഒറ്റ പേര് പറഞ്ഞാൽ അൽ ഹയാ, ലജ്ജ എന്ന് പറയും. ഇതെല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മനസാക്ഷി പലപ്പോഴും നമുക്കൊരു ജാള്യത ഉണ്ടാകും. ആദ്യമായി തിന്മ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും, ഒരു പുകവലിക്കുന്ന മനുഷ്യനാകട്ടെ, ആദ്യമായി മദ്യപിക്കുന്ന മനുഷ്യനാകട്ടെ, ആദ്യമായി ഒരു മനുഷ്യൻ തിന്മയിൽ ഏർപ്പെടുമ്പോൾ അവന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു ജാള്യത തോന്നും. അവന്റെ ശരീരം മനസ്സും അനുവദിക്കൂല, എന്നാലും അതിനെ അതിജീവിച്ചില്ലാതെ തിന്മ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മനുഷ്യന് സഹജമായൊരു ലജ്ജയുണ്ട്. മനുഷ്യൻ അടിസ്ഥാനപരമായി നാണമുള്ളവനാണ്, ലജ്ജയുള്ളവനാണ്. അവൻ അടിസ്ഥാന സ്വഭാവത്തിന്റെ ഭാഗമാണ് ലജ്ജ എന്നുള്ളത്. മനസാക്ഷി പുലർത്തുന്നൊരു ലജ്ജയുണ്ട്, റബ്ബ് കാണുമെന്നുള്ള ലജ്ജയുണ്ട്, സമൂഹം കാണുമെന്നൊരു ലജ്ജയുണ്ട്. ഈ നാണക്കേട്, ഈ നാണമുണ്ടല്ലോ, ഈ നാണമാണ് മനുഷ്യൻ ഇന്നും മാന്യനായി നിലനിർത്തുന്നതും നല്ല പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പ്രേരകമാകുന്നതും. ഈ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ടവനായി തീരുകയാണ്. അവിടെ ലജ്ജ എന്നുള്ളൊരു വസ്ത്രം പോലെയാണ് നമ്മൾ അണിയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വസ്ത്രം ഊരി മാറ്റിയാൽ മനുഷ്യനേക്കാളും മ്ലേച്ഛനായ വ്യക്തി ഉണ്ടാവില്ല, സൃഷ്ടികളിൽ ഉണ്ടാവില്ല. മനുഷ്യന് ലജ്ജയാണ് അവന്റെ സദാചാര ബോധം നിലനിർത്തുന്നത്, അവന് സാംസ്കാരികമായി അവന് പിടിച്ചു നിർത്തുന്നത്, അവന്റെ നന്മകളുടെ എല്ലാം മൂല കാരണമെന്നുള്ളത് ലജ്ജയാണ്. ആ ലജ്ജ ഇസ്ലാം ഈമാന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായാണ് എണ്ണുന്നത്. റസൂൽ പഠിപ്പിക്കുന്നതും അള്ളാഹ് പഠിപ്പിക്കുന്നത് ലജ്ജ എന്നുള്ള പ്രധാനപ്പെട്ട ഗുണമാണ് ഒരു മനുഷ്യന്റെ. നാണമില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാന്നുള്ള അവസ്ഥയാ. നാണമില്ലെങ്കിൽ പിന്നെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തും ചെയ്യും. ഇന്നത്തെ സമൂഹത്തിന് പറ്റിയതും അതാണ്. എന്തുകൊണ്ട് നമ്മൾ ഇത്രയും മോശപ്പെട്ട ഒരു സമൂഹം ഇവിടെ ഉണ്ടായി? ലജ്ജയില്ലാർക്കും, ഈ നാണവും ഇല്ല മാനവും ഇല്ലാത്തൊരു ജീവിതം. എന്നിട്ട് ഇതിന് ലിബറലിസം എന്ന പേര്, ഇതിന് പുരോഗതി എന്ന പേര്, ഇതിന് പുരോഗമനം എന്ന ഓമന പേരിട്ട് വിളിച്ചാൽ എന്ത് തോന്നിവാസവും പ്രവർത്തിക്കാമെന്ന് ഈ സമൂഹം കണക്കാക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാർ പറഞ്ഞു പോയൊരു പാഠം, എല്ലാ പ്രവാചകന്മാരും സമൂഹത്തെ പഠിപ്പിച്ചു പോയൊരു പാഠം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാണമില്ലെങ്കിൽ പിന്നെ എന്തുമായിക്കൊള്ളൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലഘട്ടത്തിലും പറയപ്പെട്ട സംഗതിയാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതും ഈ ലജ്ജയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കും, നമ്മുടെ സമൂഹം കാണിക്കുന്നത് എന്തൊക്കെ പെക്കുത്തുകളാണ്, എന്തൊക്കെ തോന്നിവാസങ്ങളാണ്. ലജ്ജയും നാണോ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? സ്ത്രീകളുടെ വേഷവിധാനമാണ്. സ്ത്രീകൾക്ക് ആവശ്യമായ ഗുണമാണ് ലജ്ജയെ നമ്മൾ കണക്കാക്കുക. പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സംഗതിയാണ് നാണമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ആണുങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഒരു മനുഷ്യൻ പുലർത്തേണ്ട സദാചാരത്തിന്റെ ഉപദേഷ്ടാവാണ് ലജ്ജ എന്നുള്ളത്. ആണിനും പെണ്ണിനും ഇത് വേണം. ആണിനും പെണ്ണിനും ഇത് നഷ്ടപ്പെട്ട മോശമാണ്, സമൂഹം മോശമായിക്കൊണ്ടേയിരിക്കും. ഇന്നതില്ല, നമുക്ക് പാടയില്ല. ആണിനുമില്ല പെണ്ണിനുമില്ല എവിടെ എന്ത് പറയണമെന്ന്, എന്ത് സംസാരിക്കണമെന്ന് നമുക്ക് വ്യവസ്ഥയില്ല. എന്ത് സംസാരിക്കും, എന്ത് ആഭാസതരങ്ങളും പറയും. മക്കളിരിക്കുന്ന വേദിയിൽ പോലും, മക്കളും ഭാര്യയും കുടുംബത്തോടെ ഇരിക്കുമ്പോഴും മോശമായ വാക്കുകൾ, ചിലതൊക്കെ അത് മോശമായത് പറയുക, മോശമായത് പ്രവർത്തിക്കുക. ആൾക്കാരിത് പറയുന്ന ന്യായീകരിക്കുന്നതാണ്. ഇതൊക്കെ ലോകത്ത് നടക്കാത്തല്ലോ എന്ന്, അതൊക്കെ ഒന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും. പബ്ലിക് വേദിയിൽ, പൊതുവേദിയിൽ സെക്സ് ചർച്ചകൾ നടത്തിയാൽ എന്താണ് മോശം? ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലേ? ഓരോ മനുഷ്യനും പിറക്കുന്നതിന് മുറയിൽ ദാമ്പത്യ ബന്ധമുണ്ട് എങ്കിൽ, സെക്സ് ബന്ധമുണ്ട് എങ്കിൽ പിന്നെന്താ പറഞ്ഞാൽ കുറവെന്ന്? നടക്കുന്നതെല്ലാം പരസ്യമായി പ്രയോഗിക്കലും പറയലും പറഞ്ഞു നടക്കലും ഒന്നും ഒരിക്കലും സംസ്കാരത്തിന്റെ ഭാഗമല്ല. അത് മനുഷ്യർ ആദ്യം മനസ്സിലാക്കണം. എന്തും പരസ്യമായി പറയലും എന്തും പരസ്യമായി പ്രവർത്തിക്കലുമാണ് സ്വാതന്ത്ര്യമെന്ന് ആരാ പഠിപ്പിച്ചത്? അതാണ് പുരോഗമനമെന്ന് ആരാ പഠിപ്പിച്ചത്? ലോകത്ത് മനുഷ്യനെ വഴികെട്ട് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ നവോത്ഥാനം നമുക്ക് വേണ്ട. മുസ്ലിങ്ങൾ നന്നായി മനസ്സിലാക്കണം.
ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ മുസ്ലിം പൊതുസമൂഹം നന്നായി മനസ്സിലാക്കണം. നമ്മളുടെ മക്കൾ വളർന്നു വരുന്ന സൊസൈറ്റിയാണിത്. ഈ സമൂഹത്തിൽ ഇന്ന് പണ്ട് നാണത്തോടെ, അറപ്പോടെ, ജാള്യതയോടെ മനുഷ്യർ കണ്ണുപൊത്തിയ കാര്യങ്ങൾ, മാറി നടന്ന വിഷയങ്ങൾ ഇന്ന് പരസ്യമായി ചെയ്യുന്നതിൽ ആർക്കും അറപ്പില്ല, ഒരു നാണക്കേടുമില്ല. എത്ര മോശമായി ചെറുതിലേ പഠിച്ചവരാണ്. പണ്ട് മുതലേ കുട്ടിയിലെ നമ്മൾ ഒരുപാട് ശീലങ്ങളുണ്ട്, ഒരുപാട് നല്ല ശീലങ്ങൾ ചെറിയ പ്രായത്തിലെ ശീലിപ്പിക്കപ്പെടും. വേഷവിധാനത്തിൽ പോലും സൂക്ഷ്മതയുണ്ട്. കൊച്ചുമക്കൾക്ക് പോലും അവരെ എന്ത് ചെയ്യും, അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറുമ്പോൾ അവർക്ക് ലജ്ജയാണ്, നാണക്കേട. മാതാപിതാക്കൾ നിൽക്കുമ്പോൾ പോലും ആ നിലയിൽ വളർന്നു വരുന്നവർ അതുകൊണ്ട് തന്നെ വലുതായി കഴിഞ്ഞാൽ അവരുടെ ശരീരം സൂക്ഷിക്കും. അവർ പഠിപ്പിക്കേണ്ട കാര്യമില്ല, ജീവിതത്തിന്റെ ശീലമായത് മാറും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പെൺകുട്ടികൾക്ക് പോലും നല്ല വേഷം ശീലിപ്പിക്കപ്പെടുന്നില്ല, വളരെ മോശമായ രീതിയിൽ. ഇന്ന് കൾച്ചറായി മാറിയിട്ടില്ലേ? ഈ വയറ് പുറത്ത് കാണിക്കുക, മാറ് പുറത്ത് കാണിക്കുക, പിന്നെയോ കക്ഷം വരെ പുറത്ത് കാണുന്ന വിധത്തിലുള്ള സ്ലീവ്ലെസ് ഡ്രസ്സുകൾ ഇടുക എന്നുള്ളത് ഇതൊരു മോഡേൺ സമൂഹത്തിന്റെ ഭാഗമായി മാറുകയും അതൊക്കെ ഒരു അവകാശമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യമെന്ന്. ഇതെന്ത് വസ്ത്ര സ്വാതന്ത്ര്യമാണ്? ഇതെന്ത് വസ്ത്രം? ഇതിപ്പോ നമ്മൾ ഒന്ന് അംഗീകരിക്കണമല്ലോ. ആണും പെണ്ണിനെയും പടക്കപ്പെട്ടിരിക്കുന്ന രണ്ട് ജെൻഡറായിട്ടാണ്. ഇത് രണ്ടു പേർക്കും പരസ്പരം ആകർഷകമായ വിധത്തിലുള്ള ശാരീരിക ഘടനയും മാനസിക വികാസവും നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്നൊന്നിനെ ആഗ്രഹിക്കുന്ന വിധത്തിൽ പടക്കപ്പെട്ടിരിക്കുന്നു. ഇരുവരും ചേരുമ്പോൾ ഇണകളാകുന്നു. ആ ഇണകളിൽ നിന്നാണ് പ്രത്യുൽപാദനം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് പുതിയ തലമുറയുണ്ടാകുന്നു. ഇതെല്ലാം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ആണിനെ മോഹിപ്പിക്കുന്ന വിധത്തിൽ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് പെണ്ണിനെ പുറത്തിറക്കുന്നതിൽ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് പഠനം. കൊച്ചു കുട്ടികൾ പോലും സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന്, പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് പഠനങ്ങൾ വരുമ്പോൾ, അതിനുവേണ്ടി നിയമങ്ങൾ ഭേദഗതി ചെയ്യുമ്പോൾ, പുതിയ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ, ഇത്ര അപകടം സമൂഹത്തിൽ പതിയിരിക്കുമ്പോഴും നമ്മൾ ഇതിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ആണും പെണ്ണും ഒരുമിച്ചിട്ടിരിക്കട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. സമഭാവന എന്ന കണക്കാക്കുക. എന്നിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എന്തിനാ രണ്ട് സൈഡ്? ഒരു ബെഞ്ചിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അത് ആകാശം ഇടിഞ്ഞു പോകുന്നു. പുതിയ വികസനമാണ്, പുതിയ നവീകരണം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിൽ മിക്സ് ആയിരിക്കുക, തോളോട് തോൾ ചേർന്ന് തൊട്ടുരുമ്മിരിക്കുക. അങ്ങനെ ഇരിക്കാമെന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ന് സെപ്പറേറ്റ് ടോയ്ലറ്റുകൾ അതിന്റെ ആവശ്യമുണ്ട് പഠിക്കുന്നിടത്ത്. അതൊക്കെ അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയില്ല എന്ന്, വിവേചന ചിന്താഗതി ഉണ്ടാക്കിയില്ല എന്ന്, സമത്വമല്ലേ വേണ്ടത്, ഇനി ഇക്വാളിറ്റി അല്ലേ വേണ്ടത്, ഇത് പുരോഗമന കാലഘട്ടമല്ലേ എന്ന് പറയുന്നവരുടെ ഉന്നം എന്താണ്? ലജ്ജ വേണ്ട മനുഷ്യന്? നാണം നഷ്ടപ്പെടുത്തുക. സമൂഹത്തിലും ജനങ്ങൾക്കിടയിലും സഹജമായി നിൽക്കുന്ന ഈ നാണവും ലജ്ജയും ഊരിയെടുത്തിട്ട് നാണമില്ലാത്ത, ലജ്ജയില്ലാത്തൊരു സമൂഹമാക്കി മാറ്റിയിട്ട് മൃഗങ്ങളെ പോലെ തെരുവിൽ കിടന്ന് പേക്കൂത്ത് കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ പിടിച്ചടയ്ക്കുക. അതാ ഉദ്ദേശിക്കുന്ന നായ്ക്കളെ പോലെ നടുറോഡിൽ ഭോഗിക്കുന്ന സാഹചര്യം ആണിനും പെണ്ണിനും മനുഷ്യർക്കിടയിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. അതല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതാണ് സദാചാരം, ഇതാണ് സംസ്കാരം എന്നുള്ളത്. അതാണ് നമ്മളെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് ഒരു ജാള്യതയിൽ, ഒരു ഉളുപ്പുമില്ലാതെ വേഷം അണിഞ്ഞു നടക്കുകയാണ്. അത് സ്വാതന്ത്ര്യം എന്ന് അവർ പറയും. അണിയുന്നവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരീരത്തിൽ എവിടെ ഇത് മറക്കാൻ വേണ്ടി സമരം നടത്തിയ കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. ശരീരം മറക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ പോരാടിയ കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. സ്വന്തം മാറ് മുറിച്ചെടുത്ത് സമരം ചെയ്ത കാലഘട്ടം ഈ സംസ്ഥാനത്ത് കടന്നു പോയിട്ടുണ്ട്. അതെല്ലാം തുറന്നിടുന്നതിൽ സ്വാതന്ത്ര്യം പറയുന്ന ആൾക്കാര്, പുരോഗമനം പറയുന്ന ആൾക്കാര്, ഇത് നമ്മുടെ മക്കളെ കൂടി ബാധിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിലെ സമൂഹം ഒരുമിച്ച് സഞ്ചരിക്കുമ്പോ, ആ കൂട്ടത്തിൽ ഒരാളായി നമ്മൾ ജീവിക്കുമ്പോ, നമ്മുടെ മക്കൾക്ക് പോലും ഈ സ്വാതന്ത്ര്യബോധം, ഇങ്ങനൊരു അവകാശബോധം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മളെ കൈ നിൽക്കാത്തൊരു സാഹചര്യം. മുസ്ലിം പെൺകുട്ടികൾക്ക് പോലും മാന്യമായ വേഷവിധാനങ്ങളില്ല. ഞാൻ ഈ വേഷം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് പറയുന്നത്. വസ്ത്രം ഒരു പ്രധാനപ്പെട്ട സംസ്കാരമാണ്. വസ്ത്രം എന്നുള്ളത് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മനുഷ്യൻ ആദ്യകാലം മുതൽക്കേ അവന്റെ നഗ്നത മറച്ചു പിടിക്കുന്നതാണ് മനുഷ്യന് സഹജമായ സ്വഭാവം എന്നുള്ളത്. അതാണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ അതെല്ലാം ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു മേഖലയിൽ മാത്രമാണ്. ഇതൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ആൺകുട്ടികൾക്കിടയിലും പെൺകുട്ടിയുടെയിലും സൗഹൃദം പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അവർക്ക് ബെസ്റ്റ് കളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. വിവാഹത്തിന് മാത്രമേ തടസ്സമുള്ളൂ. 18 വയസ്സ് വരെ പെൺകുട്ടി വിവാഹം കഴിക്കില്ലേ എന്ന് കർശനമായ നിയമം കൊണ്ടുവരുമ്പോഴും പ്രണയത്തിന് തടസ്സമില്ല. പ്രണയിക്കാം, നിങ്ങൾക്ക് മരം ചുറ്റി പ്രണയങ്ങളാകാം. പ്രണയത്തിനെതിരെ സംസാരിച്ചാൽ അവനാണ് സദാചാര ഗുണ്ട.
അവൻ സദാചാര ഗുണ്ടയായി. ഈ തെരുവുകളിൽ കാണുന്ന പേക്കൂത്തുകൾ, ബസ് സ്റ്റോപ്പിൽ പോലും ആണും പെണ്ണും കെട്ടിമറിയുമ്പോൾ, ഇവിടുത്തെ പാർക്കുകളിൽ, ഇവിടുത്തെ നടു റോഡുകളിൽ ആണും പെണ്ണും, പെൺകുട്ടികളും ആൺകുട്ടികളും ടീനേജ് പ്രായക്കാർ കെട്ടിമറിയുമ്പോൾ, പരസ്പരം ചുംബനങ്ങൾ കൈമാറുമ്പോൾ, പരസ്യമായ ആഭാസത്തരങ്ങൾ കാണിക്കുമ്പോൾ അത് ചോദ്യം ചെയ്താൽ സദാചാര ഗുണ്ട. അത് അനുവദിച്ചാൽ പുരോഗമനം. അവസാനം ബലം എന്താണ്? അവിടെ എന്താ അവസാനം ബലം ഉണ്ടാവുക? ആണിനും പെണ്ണിനും പടക്കപ്പെട്ടതിന്റെ അടിസ്ഥാനമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ ഇതിനൊക്കെ അഴിച്ചു വിട്ടുകൊടുക്കാണ്. ഒടുവിൽ സംഭവിക്കുന്നതാണ് പ്രായപൂർത്തിയാവാതെ പെൺകുട്ടികൾ, വിവാഹം കഴിക്കാതെ പെൺകുട്ടികൾ പ്രഗ്നൻസി. എത്ര പെൺകുട്ടികളാണ് ഗർഭം? എത്ര ഗർഭചിത്രങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാ. ഇവര് പ്രണയിച്ച് കമിതാക്കളായി അവർ പരസ്പരം ശരീരം പങ്കിടുകയാണ്. ആരുടെ അനുവാദമുണ്ട്? ആരെയും അനുവാദമില്ല. സമൂഹത്തിന്റെ പുരോഗമന ചിന്ത മാത്രം. എല്ലാത്തിനും ഒടുവിൽ ഒന്ന് പിണങ്ങി കഴിയുമ്പോ, ഇതെല്ലാം പുറത്തെറിയുമ്പോ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ അറിഞ്ഞു കഴിയുമ്പോ ചെറുക്കനകത്ത ഏതാ കേസ്? വകുപ്പ് പോക്സ്കോ. അവന് വകുപ്പ് കേസ്. രണ്ടും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, പരസ്പര ധാരണപ്പുറത്ത് ആണും പെണ്ണും പ്രണയിച്ച് മരം ചുറ്റി നടന്ന് അവസാനം കമിതാക്കളായി നടന്ന് കാമം മൂത്തിട്ട് പരസ്പരം കെട്ടിമറിഞ്ഞിട്ട് അവസാനം വകുപ്പ് വേറെ. നിഷ്കളങ്കരായ മാതാപിതാക്കൾ ഹോസ്റ്റൽ സംവിധാനത്തിൽ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റ മക്കള് ലീവിന് വീട്ടിൽ വരുമ്പോഴത്തേക്കും പോലീസുകാർ വീട്ടിൽ വന്നിരിക്കും മോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ പഴച്ചു പോയത്? പിന്നെ ജാമ്യമില്ല, വകുപ്പിലകത്ത. എത്ര സംഭവങ്ങൾ നമുക്കിടയിൽ, എത്ര അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. എന്നിട്ട് അവൻ അകത്ത് കിടക്കുന്നത് ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടിരിക്കണം. എത്ര ദിവസം, പിന്നെ എത്ര കാലം കേസ് നടത്തണം? എത്ര ബുദ്ധിമുട്ടുണ്ട്, എത്ര പ്രയാസമുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ പ്രായോഗികമായ പരിഹാരം കൂടി ആലോചിക്കണം. നമ്മൾ സർക്കാർ സംവിധാനം ആലോചിക്കുന്ന വിഷയമാണ്. 15, 16, 17 വയസ്സിൽ കൂടുതൽ 16നും 18നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് ഇത്തരത്തിൽ വീണു പോകുന്നത്. അമിതമായി അവരുടെ സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ കാമുകന്മാരുമായി ബന്ധം, ആ പ്രണയം അത് മൂർധന്യയിലെത്തുകയും വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിൽ 16നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൂടുതൽ. ഇത് പഠിക്കുകയാണെങ്കിൽ ഈ വകുപ്പല്ല വേണ്ടത്. പയ്യൻ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പല്ല, പെൺകുട്ടിയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വിവാഹം എന്നുള്ളതിന് പ്രായം കുറച്ചു കൊടുക്കലാണ് പ്രായോഗികമായ പരിഹാരം. അത് ആലോചിക്കേണ്ട വിഷയമാണ്. 16 വയസ്സിൽ പെൺകുട്ടിക്ക് ഒരു പാർട്ട്ണർ വേണം, എനിക്കൊരു ജീവിത പങ്കാളിയെ വേണം എന്നൊരു പെൺകുട്ടിയെ ആഗ്രഹിച്ചാൽ, എന്റെ ശരീരം ആഗ്രഹിക്കുന്നു, എന്റെ മനസ്സ് പക്വമാണ്, ഞാൻ ഒരു കുടുംബം കൊണ്ടുപോകാനുള്ള പക്വതയും പാകതയും എനിക്കുണ്ട് എന്നൊരു പെൺകുട്ടിക്ക് ബോധ്യപ്പെടുകയും അവൾ ആഗ്രഹിക്കുകയും ചെയ്താൽ നിയമം തടസ്സമാകാൻ പാടില്ലല്ലോ. അല്ല 16 കെട്ടിക്കണമെന്നല്ലേ, അല്ലെങ്കിൽ ഇവിടെ 18 കെട്ടിക്കണമെന്നാണോ? 18 മുതൽ ആകാമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വിവാഹം നടത്തിയാൽ മതി. 35 വിവാഹം കഴിക്കാത്ത സ്ത്രീകളുണ്ട്, അവർക്ക് ആവശ്യമില്ല, അതുകൊണ്ട് വേണ്ട. ആരെയും 18 വയസ്സിൽ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാറില്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്, അവരുടെ ആഗ്രഹമാണ്, താല്പര്യം കൂടിയാണ്. അവർക്ക് ആഗ്രഹവും താല്പര്യവുമില്ല. ശാരീരികമായൊരു ജീവിത പങ്കാളിയെ കൊണ്ടുപോകാനുള്ള ഒരു ശാരീരിക ക്ഷമതയോ മറ്റ് ആഗ്രഹങ്ങളോ ഒരു പെൺകുട്ടിക്കില്ല എങ്കിൽ വെറുതെ മറ്റൊരാളെ ജീവിതം പാഴാക്കണ്ട. ഒരു പരീക്ഷണം വേണ്ട, വിവാഹം കഴിക്കാതെ ജീവിക്കാം. ആണിനും പെണ്ണിനും ആകാം, നിർബന്ധമില്ലല്ലോ. പക്ഷെ ഒരാളുടെ ആഗ്രഹം, അയാളുടെ ഒരു താല്പര്യം നിലനിൽക്കുമ്പോൾ നിയമം തടസ്സമാകാതിരിക്കലല്ലേ നല്ലത്. ഇത്തരത്തിൽ ഒരു വകുപ്പ് കേസിൽ കുറെ പയ്യന്മാരെങ്കിലും അകത്ത് കിടക്കുന്ന ഒഴിവാകുമല്ലോ എന്നതാണ് ഒരു പ്രായോഗിക പരിഹാരം. ഞാനത് ഈ നിയമം പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ. പക്ഷെ ഈ പ്രശ്നം ഇവിടെ സമൂഹത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ സമൂഹം കെട്ടഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു അവസ്ഥയാണ്, ഈ സ്വാതന്ത്ര്യമാണ്, ഈ ലിബറൽ ചിന്താഗതിയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും പണ്ട് പരസ്യമായി സംസാരിക്കില്ല. ഒരു ക്ലാസ്മേറ്റ് ആണെങ്കിൽ പോലും ഒരു റോഡിൽ നിന്നിട്ട് ആണും പെണ്ണും സംസാരിച്ചാൽ അത് കാണുന്നവർക്ക് ഈ കാണുന്നവർ എന്താ കണക്കാക്കുക എന്നൊരു ജാള്യത ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്നവർക്കിടയിൽ പോലും പരസ്പരം സമൂഹ മധ്യത്തിൽ സംസാരിക്കാൻ നാണിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ നാണം നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷയായിരുന്നു, നമ്മുടെ ആൺകുട്ടികൾക്ക് ഒരു കവചവുമായിരുന്നു. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും സുരക്ഷിതരായത് അവർക്ക് സഹജമായി നിന്ന് ലജ്ജ കാരണമാണ്. അതുകൊണ്ട് അവർ പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വരും. രണ്ട് കൂട്ടരും സുരക്ഷിതരാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? നമ്മുടെയൊക്കെ കൺമുമ്പിൽ നിന്നിട്ടാണ് ഈ സംസാരമല്ല അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് ലജ്ജ നഷ്ടപ്പെട്ടു പോയൊരു സമൂഹം, നാണം മറന്നുപോയൊരു സമൂഹം. ആ സമൂഹം ഏതറ്റം വരെയും പോകും. ഈ നാണം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ ഡി ജെ പാർട്ടികൾ മുൻപന്തിയിൽ നിന്ന് ആടിത്തിമിർക്കാൻ വേണ്ടി മുസ്ലിം പെണ്ണുങ്ങൾ ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയത്. അതിന് വേടനായാലും ദബ്സയായാലും ആരായിരുന്നാലും ശരി തന്നെ, ഇവിടെ തിമിർത്താടുന്ന പാതിരാ പരിപാടികളുണ്ട്. രാത്രി പാതിരാ പരിപാടി ഉപദേശം മാത്രമേ കുറ്റമുള്ളൂ, ഉപദേശിക്കുന്നത് മാത്രവും തെറ്റുള്ളൂ. ആടുന്നതിലും പാടുന്നതിലും കുഴപ്പമില്ല. ഇവിടെ മൈക്കുകളും ബോക്സുകളും തെരുവിൽ കെട്ടി വെച്ചിട്ട്
അടുക്കി വെച്ചിരിക്കുന്ന ബോക്സുകളുടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം വന്ന് അല്പം കൂടി എന്ത് ചെയ്യും, ഒന്ന് പടച്ചു പോകും. വാഹനങ്ങൾ എന്ത് ചെയ്യും, വാഹനങ്ങൾ വിറക്കാണ്. ചില്ലുകൾ കണ്ണാടി കാറിന്റെ ചില്ലിരുന്നിങ്ങനെ വിറയ്ക്കും. മൊത്തത്തിൽ ഒരു വൈബ്രേഷനാ, അത്ര വലിയ സൗണ്ടാണ്. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ DJ-കളും മറ്റു പരിപാടികളും വെക്കുമ്പോൾ ഇവിടെ കാണുന്നത് അത്രയേറെ ശബ്ദ മലിനീകരണം ഉണ്ടാകുമ്പോൾ അത് പരിസ്ഥിതിക്കുണ്ടാക്കുന്ന നാശം. എത്ര ഹൃദയാഘാതമുള്ള മനുഷ്യന്മാർക്ക് ഹൃദയാഘാതം ഉണ്ടാകാൻ, ഹാർട്ട് ദുർബലമായവർക്ക് ഹൃദയാഘാതം ഉണ്ടാകാൻ ഇതിൽ കൂടുതൽ സംഗതി വേണോ? എത്ര മനുഷ്യരെ ആരോഗ്യപരമായി ബാധിക്കുന്നുണ്ട്, പരിസ്ഥിതി എത്രമാത്രം ബാധിക്കുന്നുണ്ട്. ഇതങ്ങ് നിയമപരമായി തടയാതെ അതിനങ്ങ് തടസ്സമില്ല, അതൊക്കെ അങ്ങ് കെട്ടഴിച്ചു വിടുക, അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എന്തെങ്കിലും ജനങ്ങൾ ആടിത്തിമിർക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും പോലും അറിയാതെ, ഇനി അറിഞ്ഞാലും എല്ലാവരും അടങ്കലോടെ വരെയല്ലേ നമ്മളെ താത്താമാര്. എല്ലാത്തിലും അടങ്കലെടുത്ത് മുമ്പന്തിയിൽ നിന്ന് പരിപാടിയൊക്കെ കളറാക്കി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണിനും പെണ്ണിനും ഇടയിൽ ഇങ്ങനെ കിളകി മറിയ. ആരാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് അതങ്ങ് പ്രശ്നമല്ല അവർക്ക്, അതങ്ങൊരു പ്രശ്നമേ അല്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ DJ പാർട്ടികൾ മാത്രമല്ല, ഇവിടുത്തെ ഏത് ഉത്സവപ്പറമ്പാണെങ്കിലും ഉറൂസുകളാണെങ്കിലും ഇവിടെ ഏത് ആൾക്കൂട്ടങ്ങൾ കൊണ്ട് നടത്തുന്ന ഏത് പരിപാടിയിലും, പിന്നെ ഇപ്പോഴൊക്കെ ഒരു മോഡേൺ ടൈപ്പ് ആയതുകൊണ്ട് ജീൻസ് പാന്റും ടീഷർട്ട് ഇട്ടാലും മഫ്ത ഇട്ടോളും, ഭയങ്കര, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഈമാനുള്ള കുട്ടികൾ തലമുടി ഒന്നും വെളി കണ്ടില്ല എന്നാ. ജീൻസ് പാൻറ്റും ഇട്ട് ടീഷർട്ട് ഇട്ടിട്ട് മഫ്ത ഇട്ടിട്ട് ഇങ്ങനെ ഈ പരിപാടികൾ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ താത്താമാർ പിള്ളേർ. ഉമ്മായും വാപ്പായും ഒക്കെ ഈ ആടണവും പാടണതും ഈ ഇളകി മറിയണം കണ്ടു നിന്ന് ആസ്വദിക്കുക. ചെറിയ ക്ലാസ് മുതലേക്ക് കുട്ടികൾ ഡാൻസിലും ബ്രേക്ക് ഡാൻസിലും മറ്റുമൊക്കെ പരിപാടികളിൽ എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തിയെടുത്ത് എങ്ങനെയെങ്കിലും ഒരു ഷോയിലേക്ക്, ഏതെങ്കിലും ഒരു TV ചാനൽ നടക്കുന്ന ഏതെങ്കിലും ഷോയിലേക്കൊക്കെ എത്തിച്ചിട്ട് അവിടെ പോയിരുന്ന് രക്ഷകർത്താവ് ഞാനാണ് കൊച്ചിയിലെ ചെയ്തിട്ടുണ്ട്, ഭരതനാട്യവും കുച്ചിപ്പടിയും അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസും ഒക്കെ പഠിപ്പിച്ചെടുത്ത എൻ്റെ മോളാണ് എന്ന് പറഞ്ഞ് അതിൽ അവകാശം കാണിച്ചിട്ട് അതിൽ അഭിമാനിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം താത്താമാർക്കും ആവേശം കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നാറുന്നതും മണക്കുന്നതും ഒക്കെ നമുക്ക് തിരിച്ചറിയണം. ദുനിയാവിന്റെ മണ്ണം എത്രയാണെന്ന് മനസ്സിലായി. എത്ര ദൂരം ദുനിയാവ് നിങ്ങൾ എത്ര ഓടും, എവിടം വരെ ഓടും, എങ്ങനെ പോയാലും വേലി വരെ അല്ലാതെ പോത്തോടില്ല. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട് എന്ന് എത്ര തവണയാണ് ആവർത്തി വേദങ്ങൾ പറഞ്ഞത് നിങ്ങളോട്. പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്, ഉത്ബോധനങ്ങൾ ഇന്നും നമ്മുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോകത്തിനപ്പുറത്തൊരു മറുലോകമാണ് യഥാർത്ഥ ജീവിതം, മരണത്തിനപ്പുറത്തുള്ള ജീവിതം തുടങ്ങേണ്ടവരാണ് നമ്മളെന്ന് എത്ര ഉപദേശങ്ങൾ വന്നു. എന്നിട്ടും കേവലം ഈ ദുനിയാവിന്റെ ആഘോഷങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വിരമിച്ചു പോയത്? അതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് താല്പര്യങ്ങൾ വന്നു പോയത്? മോഹങ്ങളെല്ലാം അവിടെ കെട്ടടങ്ങിപ്പോയി. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല ഇന്നത്തെ തലമുറ, ഇന്നത്തെ സമൂഹം. ലജ്ജ നഷ്ടപ്പെട്ട് ഇങ്ങനെ ആടിത്തിമിർക്കാണ്. ഇതെല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും മനുഷ്യർ ഇങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ എങ്ങോട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കാണ്. ഇത് മാറണം. അങ്ങനെ ഒഴുകി പോകേണ്ടവരല്ല നമ്മള്. സിനിമാ കൊട്ടകളിൽ തള്ളിക്കയറാൻ വേണ്ടി നിൽക്കുന്ന താത്താമാര് എല്ലായിടത്തും എവിടെ നോക്കിയാലും ഞാൻ ഇത് പറയുന്നു. ഈ പെൺകുട്ടികൾ മാത്രമല്ല, ഇതിൽ ആൺകുട്ടികളും. ഇവിടെ ആൺകുട്ടികളും ഇവിടെ ലഹരിയുടെ ഉപയോഗം വ്യാപകമായിരിക്കാണ്. ലഹരി ഉപയോഗം, അതിന്റെ കാര്യം എന്താണ്? സ്വന്തം കുടുംബത്തിനകത്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ലഹരി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയി, നാണം മറന്നുപോയി മനുഷ്യൻ. ലജ്ജ നഷ്ടപ്പെട്ടു പോയി സമൂഹത്തിന്. ഈ മനുഷ്യൻ മോശമായ ഹാബിറ്റുകൾ, വളരെ മ്ലേച്ഛമായ പ്രവൃത്തികൾ, അതിൽ നിന്ന് മാറി നിന്ന് എന്തുകൊണ്ടെന്നറിയാമോ? ജനം കാണും, അള്ള കാണും, പിന്നെ മനസാക്ഷി പോലും അനുവദിക്കുന്നില്ല. മ്ലേച്ഛം എന്ന് പറയുന്ന പ്രവൃത്തികൾ ഇന്ന് അലങ്കാരമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാത്തരം ലഹരി പദാർത്ഥങ്ങളും സുലഭമായി കിട്ടുന്നു. അതൊക്കെ ഉപയോഗിക്കുന്നത് മാത്രമല്ല, കച്ചവടം ചെയ്യാൻ പോലും മുസ്ലിം പയ്യന്മാര്. എത്ര നാണമുണ്ട് മനുഷ്യൻ നിങ്ങൾക്ക്, എത്ര നാണമുണ്ട് നിങ്ങൾക്ക്. നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കുക. ആണുങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന പരിപാടികള് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ സാമ്പത്തികമായി സമൂഹം വലിയ പിന്നോക്കാവസ്ഥ നേരിടുന്നുണ്ട്. തൊഴിൽ രംഗത്ത് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. പലർക്കും തൊഴിലില്ലായ്മ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്. അത്തരത്തിൽ ഒരു സാമ്പത്തികമായ പ്രതിസന്ധി ഈ സമൂഹം കടന്നു പോകുന്നുണ്ട്. വാസ്തവമായിരിക്കുമ്പോഴും അതിനൊന്നും പ്രതിപത്തി ലഹരി കച്ചവടമല്ല. പണം വേണം, എല്ലാത്തിനും പണം വേണം. നമുക്ക് പണം, ഐഫോൺ വേണം, കാറ് വേണം, ബൈക്ക് വേണം, അടിച്ചുപൊളി ജീവിതം വേണം, 3 നേരവും ഇറച്ചുകൂട്ടി ആഹാരം വേണം. ഇന്നത്തെ തലമുറയ്ക്ക് ആഘോഷമാണ് ജീവിതം, അതിനൊക്കെ പണം വേണം. ദുട്ടില്ല, പണമില്ല, എന്താ ചെയ്യുക? കഞ്ചാവ് വിൽക്കാൻ പോയാൽ മതിയെന്ന്, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ വിൽക്കാൻ പോയാൽ മതിയെന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ പോയാല് പണം ആവശ്യം പോലെ വരുമെന്ന്. അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വദേശത്തും വിദേശത്തും മുസ്ലിം ചെറുപ്പക്കാര് ഏജന്റുമാരായി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പണം അതാണോ നിങ്ങൾക്ക് വലുത്? മാനം പോയാലും കുഴപ്പമില്ല, നാണം കെട്ട് പണം ഉണ്ടാക്കിയാലും നാണക്കേട് പണം മാറ്റിക്കൊള്ളുമെന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലും കൊണ്ട് ഇറങ്ങാൻ പാടില്ല. അതാ നമ്മളെ പരിപാടി.
എത്ര നാണം കെട്ടാലും ശരി, പണം ഉണ്ടാക്കിയാൽ മതി. ജനങ്ങളെ കുടിപ്പിച്ച് കള്ളു കുടിപ്പിച്ച് കിടത്തിയിട്ട് സർക്കാർ പണം ഉണ്ടാക്കുന്നത് പോലെ കള്ള് കുടിപ്പിച്ചും ലഹരി ഉപയോഗിച്ചും ഒരു സമൂഹം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ നിറങ്ങി ഓടെ പെണ്ണുങ്ങൾ പാതിരാത്രി കള്ളും കഞ്ചാവും അടിച്ചിട്ട് കയറി വരുന്ന ഭർത്താവിന്റെയും മക്കളുടെയും ഉപദ്രവം സഹിക്കവയ്യാതെ കുടുംബത്തിൽ നിറങ്ങി ഓടുന്നവർ, കൂട്ടാത്മഹത്യ ചെയ്യുന്നവർ, എത്ര കുടുംബങ്ങള്, എത്ര വാർത്തകള്. ആരാന്റെ കുടുംബത്തിൽ ആരൊക്കെ ആത്മഹത്യ ചെയ്താൽ എനിക്കെന്താ സങ്കടം? നമ്മൾ കള്ളും വിൽക്കും, കഞ്ചാവും വിൽക്കും, ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ ഇറക്കി ആവോളം വിൽക്കും. നമുക്ക് പണമാണ് ആവശ്യമെന്ന്, ചത്തൊടുങ്ങുന്നതൊക്കെ ചത്തൊടുങ്ങട്ടെ എന്ന് ചിന്തിക്കുന്ന കോർപ്പറേറ്റുകളും അധികാരി വർഗങ്ങളും, അതിനിടയിൽ ബലിയാടുകളാകുന്ന കുറെ മേത്തങ്കാക്കാമാരും. എന്തിനാണ് മനുഷ്യരെ? എവിടെ കള്ളക്കടത്തുണ്ടെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി, കള്ളക്കടത്താണെങ്കിലും ശരി, ലഹരി കച്ചവടക്കാരാണെങ്കിലും ശരി, ഒരു ഉളുപ്പുമില്ലാതെ ഈ നാണയത്തുട്ടുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ആലോചിക്കേണ്ടത്, ഈ പണമാണോ നമുക്ക് വലുത്? ഒരു അണ പൈസയാണ് നിങ്ങൾ സമ്പാദിക്കുന്നതെങ്കിൽ പോലും അത് ഹലാലായിരിക്കണ്ടേ? ലഹരി വിറ്റ് പണം ഉണ്ടാക്കാൻ അനുവാദമുണ്ടോ? അനുവാദം നിങ്ങൾക്കുണ്ടോ എവിടെയെങ്കിലും? ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ ഡീസന്റ് ആണെന്ന് പറഞ്ഞാൽ ലഹരി കച്ചവടം ചെയ്യാമോ? ആ പരിപാടി പാടില്ല. ലജ്ജയുണ്ടെങ്കിൽ, നാണമുള്ള മനുഷ്യ പ്രവൃത്തിയിൽ ഏർപ്പെടില്ല. ഇത് ചെയ്യയില്ല, ചെയ്യിക്കയില്ല. ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഏത് മേഖലയിൽ അതാ റസൂൽ പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത എന്ന്. നാണമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നാണം നഷ്ടപ്പെട്ടു പോയാൽ, ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല നിങ്ങൾ ഈ വഴിക്ക് പോളെന്ന്. എന്തായിക്കോളാൻ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് ലജ്ജ വീണ്ടെടുക്കാൻ കഴിയണം. നാണവും മാനവും ഒക്കെ നമുക്കുണ്ടാവണം. നാർണത് മണക്കുന്നത് മനസ്സിലാവണം മനുഷ്യന്. ഗൗരവപ്പെട്ട വിഷയമാണ് ഈ ലജ്ജയുടെ വിഷയത്തിൽ. ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് റസൂൽ ഈ പറഞ്ഞതല്ല, ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നാമത് വേണ്ട മനസാക്ഷിയാണ്. രണ്ടാമത് സമൂഹം, ജനങ്ങൾ കാണുമെന്നുള്ള നാണക്കേടുണ്ടല്ലോ, അത് വേണം നമുക്ക്. ഇനി ജനങ്ങൾ എല്ലാവരും മോശക്കാരാണ്, എല്ലാ പുരോഗതിയുടെ ചിന്താഗതിയാണ്, ഇതെല്ലാം ഇവിടെ സുലഭമായി സാധാരണ കാര്യങ്ങളായി മാറിയപ്പോലും ജനങ്ങൾ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞാലും മോശം തന്നെയാണല്ലോ. അപ്പോഴും നീ നല്ലതേ ചെയ്യാവൂ, നാണമുണ്ടാകണമെന്ന്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒന്നാമത് അള്ളാഹുവിനുള്ള എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വിഷയത്തിൽ ലജ്ജ ഉണ്ടാകണം. ഇസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോട് ലജ്ജ പുലർത്തണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ലജ്ജ പുലർത്തുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അൽഹംദുലില്ലാഹ്. ആ വിഷയത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ലെന്ന് റസൂൽ പറഞ്ഞു. ഇസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ, യഥാർത്ഥ ലജ്ജ ഞങ്ങൾ പുലർത്തേണ്ടത്, അത് നിങ്ങൾ പുലർത്തുന്നുണ്ടോ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നബി ഹഖൽ ഹയാ? അള്ളാഹു അർഹിക്കുന്ന പോലെ അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് ലജ്ജ വേണമെന്ന് പറഞ്ഞാൽ അത് നീ നിന്റെ മുഖത്തെ സൂക്ഷിക്കലാണ് എന്ന്, നീ നിന്റെ തലയെ സൂക്ഷിക്കലാണ്, ആ തലയിലുള്ളതിനെ നീ സൂക്ഷിക്കലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തലയിലുള്ളതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തലയിലാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ 4 ഇന്ദ്രിയങ്ങളും ഉള്ളത്. നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്കണം, നിന്റെ കാതുകളെ നീ സൂക്ഷിക്കണം, നിന്റെ മൂക്കിനെ നീ സൂക്ഷിക്കണം, നിന്റെ വായ നീ സൂക്ഷിക്കണം, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അങ്ങനെ ഓരോന്നും 4 കാര്യങ്ങളാണ് റസൂല്. ഇത് ഓരോന്നും സൂക്ഷിക്കുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പോലും നീ പറയാൻ പാടില്ല. വല തഖ്ഫ് മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്കറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത്, പറയാൻ പാടില്ല. അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നീ അങ്ങനെ പറഞ്ഞാൽ ഒരു ആധികാരികമായി ഒരു അറിവുമില്ലാതെ നീ ഇങ്ങ് വീടുവായത്തം പോലെ വായാടിയെ പോലെ സംസാരിക്കാണ്. അങ്ങ് സംസാരിക്കുക, ഏത് വിഷയത്തിനെങ്കിലും അഭിപ്രായം പറയാണ്. അങ്ങനെ നീ സംസാരിക്കുന്ന പക്ഷം നീ നിന്റെ നാവിന്റെ വിഷയത്തിൽ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നീ നിന്റെ കാതുകളുടെ വിഷയത്തിൽ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നിന്റെ കണ്ണുകളുടെ വിഷയത്തിൽ നീ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. വൽ ഫുആദ്, നീ നിന്റെ മനസ്സിന്റെ വിഷയത്തിൽ, നീ നിന്റെ സങ്കല്പങ്ങളും നിന്റെ ചിന്തകളും ഊഹാപോഹങ്ങളുടെ വിഷയത്തിൽ പോലും റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ ലജ്ജ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും നോക്കാതിരിക്കലാണ്. ആരും കാണുന്നില്ലല്ലോ എന്ന് അശ്ലീല വീഡിയോകൾ കണ്ടിരിക്കുമ്പോ, അശ്ലീല മെസ്സേജുകൾ വായിക്കുമ്പോ, അത് അയക്കുമ്പോ എല്ലാരെയും കണ്ടുപിടിച്ചിട്ടുണ്ട്, ആരും കണ്ടിട്ടില്ല. ഒറ്റയ്ക്ക് നമ്മൾ റൂമിൽ മാത്രമായിരിക്കുമ്പോഴും എന്ത് തോന്നിയാസവും കാണാമെന്നും എന്ത് തോന്നിയാസവും പ്രവർത്തിക്കാമെന്നും എങ്ങനെ നിങ്ങൾ കണക്കാക്കിയത്? റബ്ബ് കാണുന്നില്ലേ? അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് അത് റസൂൽ പറഞ്ഞു. അള്ളാഹുവിന്റെ വിഷയത്തിൽ നാണം വേണ്ടേ? ഹറാമുകൾ കാണുമ്പോ, ഹറാമുകൾ തിന്നുമ്പോ ആര് പറഞ്ഞിട്ടില്ല എന്ന്? കച്ചവടത്തിൽ കാണിച്ച തട്ടിപ്പ് ആര് പറഞ്ഞിട്ടില്ല? ഇടപാടുകൾ കാണിച്ച തട്ടിപ്പുകൾ, കടം വാങ്ങിച്ചിട്ട് മുങ്ങിയത്, കടം വാങ്ങിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പൈസ ഉണ്ടാക്കിയിട്ട് തിന്നുന്നത് ആര് പറഞ്ഞിട്ടില്ല എന്ന്? ആര് പറഞ്ഞിട്ടില്ല? പക്ഷെ അള്ളാഹു കാണുന്നില്ലേ?
ആലോചിക്കണ്ടേ? ഒരുത്തിനെ കബളിപ്പിച്ച് പറ്റിച്ചവന്റെ പണം കൊണ്ടുവന്ന് കുടുംബത്തോടെ ഇരുന്ന് ഉരുട്ടി വിഴുങ്ങുമ്പോ ആലോചിക്കണ്ടേ ഇത് റബ്ബ് കാണുന്നുണ്ടെന്ന്? എല്ലാവരെയും സമർത്ഥമായി കബളിപ്പിച്ചതിന്റെ അഭിമാനത്തോടെ നീ ഇരിക്കുമ്പോഴും നിനക്ക് ജാള്യതയുണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇരിക്കാനെന്നാണ് റസൂൽ പറയുന്നത്. അതാ ഏറ്റവും വലിയ ഹയാ. റബ്ബിന്റെ വിഷയത്തിൽ നാണം വേണം. ഇഷ്ടത്തിന് പറയാം, ഇഷ്ടത്തിന് കാണാം, ഇഷ്ടത്തിന് കേൾക്കാം, ഇഷ്ടത്തിന് കഴിക്കാം, അനുവാദമില്ല. ഹറാമുകളുടെ പ്രവർത്തനങ്ങൾ ഒന്നും പാടില്ല. നിന്റെ വയറ് കഴിക്കുന്നതിന്റെ വിഷയം രണ്ടാമതാണ് റസൂൽ പറഞ്ഞത്. നീ നിന്റെ വയറ് കഴിക്കുന്ന വിഷയത്തിൽ, വയറിന്റെ വിഷയത്തിലും അത് ഉൾക്കൊള്ളുന്നതിന്റെ വിഷയത്തിലും നീ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഈ ഭക്ഷണം കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. ആ വിഷയത്തിലും മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മരണത്തിനെയും നാശത്തെയും നീ ഓർക്കണമായിരുന്നു. മരണത്തെയും നാശത്തെയും നീ ഓർക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനോട് നീ പുലർത്തുന്ന ലജ്ജയുടെ ഭാഗമാണ് എന്ന്. എല്ലാത്തിനും ഒടുവിൽ നാശമുണ്ട്. ലോകത്ത് നിന്ന് മരണപ്പെട്ട് വിടവാങ്ങേണ്ടവനാണ് ഞാനെന്ന ബോധ്യം, ആ ബോധ്യമാണ് നിന്നെ നയിക്കേണ്ടത്. ഒരിക്കലും മരിക്കാത്തവനെ പോലെയുള്ള നിന്റെ ജീവിതമുണ്ടല്ലോ, അത് അള്ളാഹുവിനോട് നീ പുലർത്തുന്ന ലജ്ജയില്ലായ്മയാണെന്ന് റസൂൽ സൂചിപ്പിക്കുന്നത്. അതാണ് റസൂൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ വിധത്തിൽ പടച്ചവനോട് പുലർത്തേണ്ട യഥാർത്ഥ ലജ്ജ പുലർത്തുന്ന ഒരു മനുഷ്യനായി നമ്മൾ മാറാൻ കഴിയണം. ജീവിതത്തിൽ ഒരു വേളയിൽ ഒരു ഘട്ടത്തിലും ജനങ്ങൾ കാണട്ടെ കാണാതിരിക്കട്ടെ, നിന്റെ മനസാക്ഷി അനുവദിക്കട്ടെ അനുവദിക്കാതിരിക്കട്ടെ, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യം ഏത് ഇരുട്ടിലും ഏത് വെളിച്ചത്തിലും ഏത് ഒറ്റപ്പെടലിലും ഏത് ആൾക്കൂട്ടത്തിലും നമുക്കുണ്ടാകണം. പടച്ചവൻ കാണുന്നുണ്ട് എന്ന്. മ്ലേച്ഛവൃത്തികൾ, മോശമായ പ്രവർത്തികൾ കാണാനോ കേൾക്കാനോ പറയാനോ അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ഇതെല്ലാം റബ്ബ് നോക്കിയിരിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. റബ്ബിന്റെ വിഷയത്തിൽ ലജ്ജയുള്ളവൻ അവൻ നന്നായി. അവൻ നന്നായിട്ടുണ്ട്. റബ്ബിന്റെ വിഷയത്തിൽ ലജ്ജയുണ്ടോ? അൽ ഈമാനു വൽ ഹയാഉ ഖുർആന എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനും ലജ്ജയും പരസ്പരം പൂരകങ്ങളാണ്. ഒന്നൊന്നിനോട് ചേർന്ന് ഇരിക്കുള്ളൂ, ഒന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ടാവില്ല എന്ന്. യഥാർത്ഥ വിശ്വാസമുള്ള ഒരു വിശ്വാസിക്ക് ലജ്ജയുണ്ടാകും. ലജ്ജയുള്ളവനെ ഈമാൻ ഉണ്ടാവുള്ളൂ. ലജ്ജയുണ്ടെങ്കിൽ അള്ളാഹു കാണുന്നുണ്ട്, എന്നെ അള്ളാഹു കാണുകയാണ്. ഈ ഏതവസ്ഥയിലും റബ്ബെന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിന് കണ്ണു പൊത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രവൃത്തിയിലും വാക്കിലും എനിക്ക് നാണം തോന്നും. റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ മോശമായത് പ്രവർത്തിക്കുക, എങ്ങനെ മ്ലേച്ഛമായത് പറയുക, ഈ ബോധ്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ നല്ല ഈമാനുള്ള മനുഷ്യനാ, അവൻ ലജ്ജയുള്ള മനുഷ്യനാ. അവന് ഖൈറല്ലാതെ മറ്റൊന്നും ഈ ലജ്ജ കൊണ്ടുവരില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സദാചാരബോധവും ലജ്ജയും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത വിധം വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുപ്പു